എല്ലാവർക്കും നമസ്കാരം. ഈ അടുത്ത ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്ന ഒരു വീഡിയോ, അത് റീൽസായും യൂട്യൂബ് വീഡിയോയും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അതിനകത്ത് ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്ന യുക്തിവാദ സംഘടനകളുമായും നാസ്തികവാദവുമായിട്ടൊക്കെ നടക്കുന്ന ഒരു വ്യക്തി, ധാരാളമായി ക്ലാസ്സുകളും സെമിനാറുകളും പ്രസൻറ്റേഷനുകളൊക്കെ നടത്തുന്നൊരു വ്യക്തി, ഒരു പ്രസൻറ്റേഷനിൽ ശബരിമലയിൽ നടയിലേക്ക് നടന്നു പോകുന്ന ഒരു അയ്യപ്പസ്വാമിയുടെ ചിത്രവും, ഏകദേശം 10-600 കിലോമീറ്റർ നടന്നു പോകുന്ന ഒരു അയ്യപ്പസ്വാമിയുടെ ചിത്രവും, അയ്യപ്പസ്വാമിയെ അനുഗമിക്കുന്ന ഒരു നായയുടെ കൂടെയുള്ള ചിത്രവും കൂടി കാണിക്കുകയും ഭക്തന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ തള്ളുന്നത് ഈ നായ ആരുടെയോ ആത്മാവാണെന്നും, അല്ലെങ്കിൽ ഇത് മറ്റ് ആത്മീയമായ ഒരു ചൈതന്യമാണെന്നൊക്കെ തള്ളിമറിക്കാറുണ്ടെന്നും, അങ്ങനെയല്ല നായ പോകുന്നതെന്നും, നായയ്ക്ക് ഭക്ഷണം കിട്ടും എന്നുള്ളത് കൊണ്ട് നായ ഇങ്ങനെ പിറകെ പോകുന്നതാണെന്നും, അയ്യപ്പസ്വാമി ഭക്തൻ വിശ്രമിക്കുമ്പോഴൊക്കെ നായയ്ക്കും കൂടെ വിശ്രമിക്കാമെന്നും, അങ്ങനെ നായയ്ക്ക് ഭക്ഷണം കിട്ടുന്നത് കൊണ്ടാണ് കൂടെ പോകുന്നതും എന്നാണ് ശ്രീ ആരിഫ് ഹുസൈൻ അവതരിപ്പിക്കുന്നത്. ആരിഫ് ഹുസൈനെ പോലുള്ളൊരാൾ സനാതനധർമ്മമോ ഹിന്ദുധർമ്മമോ ഹിന്ദു ആചാരക്രമങ്ങളോ ആഴത്തിൽ പഠിച്ചിട്ട് ഇങ്ങനെ അഭിപ്രായം പറയണമെന്ന് നിർബന്ധമില്ല. കാരണം ഇവിടെ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടാണ്. അപ്പോൾ ആർക്കും വെളിച്ചപ്പാടിൻ്റെ വാള് കഴുകിയവരും കൊണ്ടുവച്ചവരും കണ്ടുകൊണ്ട് നിന്നവരും കേട്ടുകൊണ്ട് നിന്ന എല്ലാവരും ഇപ്പോൾ വെളിച്ചപ്പാടാണ് ഇവിടെ. പ്രത്യേകിച്ച് ഹിന്ദു സമൂഹത്തെ, ഹിന്ദു ആചാരങ്ങളെ പരസ്യമായി സോഷ്യൽ മീഡിയയിലൊക്കെ തെറി പറഞ്ഞാൽ അങ്ങനെ ആരും പ്രതികരിക്കാറുമില്ല. ആരെങ്കിലും അതിൻ്റെ ചുവട്ടിലൊക്കെ വന്ന് എന്തെങ്കിലും കമൻറ്റുകൾ പറയുന്നു എന്നുള്ളതല്ലാതെ ശക്തമായി പ്രതികരിക്കാറുമില്ല. പ്രതികരിക്കണമെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം സനാതനധർമ്മത്തിലും ആചാരങ്ങളൊക്കെ വിശ്വസിക്കുന്നവർ അങ്ങനെ പ്രതികരിക്കേണ്ട കാര്യമില്ല. വൺ ടു വൺ പ്രതികരണം നടത്തേണ്ട കാര്യമില്ല. പക്ഷേ ആരിഫ് ഹുസൈൻ അത് അവതരിപ്പിച്ചതിലല്ല എനിക്ക് അത്ഭുതം. എനിക്ക് അത്ഭുതം തോന്നിയത്, ഭാരതത്തിൽ ജനിച്ച ഹിന്ദുക്കളിൽ, ഹിന്ദു സമൂഹത്തിൽ, സമാജത്തിൽ ജനിച്ച കുറച്ച് പേർ കൂടി ഉള്ള കേരളത്തിൽ അത് കേട്ടുകൊണ്ടിരുന്ന കുറേ ഹിന്ദു സഹോദരങ്ങളും സഹോദരിമാരും ഉണ്ടായിരുന്നല്ലോ. അവരുടെ അജ്ഞത ഓർത്താണ് എനിക്ക് ദുഃഖം. അല്ലാതെ മറ്റേ ആരിഫ് ഹുസൈൻ അത് പറഞ്ഞതിൽ സങ്കടപ്പെടാനില്ല. കാരണം അദ്ദേഹത്തിൻ്റെ യുക്തിവാദ നാസ്തിക ചിന്തയിൽ കേവലം അയ്യപ്പസ്വാമിയും പട്ടിയും അല്ലെങ്കിൽ നായയും അതിനെ വിമർശിക്കുന്ന വിമർശനാത്മക ചിന്തയെ വരികയുള്ളൂ. പക്ഷേ ഹിന്ദുധർമ്മവും ആചാരങ്ങളും സനാതനധർമ്മവും ഒക്കെ മനസ്സിലാക്കി ഇരിക്കുന്ന ഒരു ഹിന്ദു ആൾ പോലും, ഒരു വ്യക്തി പോലും, ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരി പോലും എണീറ്റ് ഇങ്ങനെയല്ല ഞങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളെന്ന് പറയാനുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരവും ഖേദകരവുമായ കാര്യം. എന്തറിഞ്ഞു ആരിഫ് ഹുസൈൻ? ഭാരതത്തിലെ സനാതനധർമ്മ ചിന്തകളനുസരിച്ചും ഹിന്ദുധർമ്മ ആചാരങ്ങളനുസരിച്ചും വളരെ കൃത്യമായി പുനർജന്മത്തിൽ വിശ്വസിക്കുകയും ഈ പ്രപഞ്ചത്തിലെ കോടാനുകോടി വരുന്ന ചരാചരങ്ങളിൽ, അത് പുല്ല് മുതൽ പൂനാര വരെയും, ബാക്ടീരിയ മുതൽ വൈറസ് മുതൽ ആന വരെ, നീലത്തിമിംഗലം വരെയും, ജീവനുള്ള സകല ചരാചരങ്ങളിലും ഈ പ്രപഞ്ചത്തിൻ്റെ ചൈതന്യമുണ്ടെന്നും, ഇത് മനുഷ്യരുൾപ്പെടെയുള്ള കോടാനുകോടി വരുന്ന എല്ലാ ജീവജാലങ്ങളും ഈ പ്രപഞ്ചത്തിൽ തുല്യമാണെന്നും, അവയിൽ മനുഷ്യരൂപം പൂണ്ടിട്ടുള്ള വ്യക്തികൾ ഒഴിച്ചിട്ടുള്ളവരെല്ലാം മാറി നിൽക്കുന്നവർ അല്ല എന്നും, ഇതെല്ലാം ഒരു വസുദൈവ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും, ഇവ തമ്മിൽ വലിയ പരസ്പര ബന്ധമുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കാൻ
ആരിഫ് ഹുസൈന് കഴിയണമെന്നില്ല, മറ്റുള്ളവർക്കും കഴിഞ്ഞില്ല എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം. എന്താണ് ഭാരതത്തിലെ ഹൈന്ദവ ആചാര സിദ്ധാന്ത പ്രകാരം പറയുന്നത്? ഒന്ന്, അത് വേദാന്തമായാലും അദ്വൈതമായാലും നമുക്കെല്ലാവർക്കും, മനുഷ്യർക്കെല്ലാവർക്കും മനസ്സും ശരീരവും ജീവനും ഒക്കെ ഉള്ളതുപോലെ ആത്മാവുണ്ടെന്നും അതൊരു സ്പിരിച്വൽ സോളാണെന്നും അതുപോലെ ഈ പ്രപഞ്ചത്തിന് ഒരു എറ്റേണൽ സോൾ, ഒരു പരമമായ ആത്മാവുണ്ടെന്നും അതും അതിൻ്റെ ഭാഗമാണ് മനുഷ്യരെന്നും അതും ഇതും മനുഷ്യൻ രണ്ടല്ല ഒന്നാണെന്നും ഒന്നിൻ്റെ ഭാഗമാണ് മറ്റതെന്നും മറ്റത് വലിയ കുടുംബം, ഇത് കുടുംബത്തിലെ ഒരു അംഗം. അതുപോലെ തന്നെ സകല ചരാചരങ്ങളും അങ്ങനെയാണ്. ജീവനുള്ള അത് നായയായാലും പാമ്പായാലും പുഴുവായാലും ഊനാരയായാലും ഏതു ജീവജാലങ്ങളായാലും എല്ലാം ഈ കുടുംബത്തിലെ അംഗമാണെന്ന് വിശ്വസിക്കുന്ന ഒരു ധർമ്മമാണ്. മാത്രമല്ല വീണ്ടും വീണ്ടും ജന്മമുണ്ടാകുമെന്നും മനുഷ്യജന്മം ഉൾപ്പെടെയുള്ളവ ഈ പ്രപഞ്ചത്തിന് തുടക്കമില്ലെന്നും ഒടുക്കമില്ലെന്നും ഇതൊന്നിൻ്റെ നിന്നുള്ള തുടർച്ചയാണെന്നും ഒന്നൊന്നായി തുടങ്ങി വലുതിലേക്ക് പോവുകയും പിന്നെ ചെറുതിലേക്കുമൊക്കെ വരികയും ചെയ്യുന്ന വളരെ വിശാലമായ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രപഞ്ചം നിലനിൽക്കുന്നത്. ഈ പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും വരുന്നു, അല്ലെങ്കിൽ രൂപപ്പെടുന്നു, കുറച്ചു കാലം നിലനിൽക്കുന്നു, പിന്നെ രൂപം മാറുന്നു. അങ്ങനെ രൂപമാറ്റം സംഭവിക്കുമ്പോൾ അത് മനുഷ്യനായാലും മൃഗങ്ങൾക്കായാലും നായ്ക്കായാലും ആർക്കായാലും ഈ രൂപമാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിച്ചു പോയെന്നൊക്കെ പറയാം, അല്ലെങ്കിൽ സംഹരിച്ചു പോയെന്നൊക്കെ പറയും നമ്മൾ. അങ്ങനെ മരിച്ചു പോയി അല്ലെങ്കിൽ അതിന് രൂപം മാറ്റം വന്നു പോയാൽ അതിൽ നിന്ന് പുറത്തു പോകുന്ന വായുവും അഗ്നിയും വെള്ളവും അതിൻ്റെ അംശങ്ങളെല്ലാം തന്നെ ഈ പ്രപഞ്ചത്തിൽ ബാക്കിയുള്ള വായുവിലും ജലത്തിലും അഗ്നിയിലുമൊക്കെ പടരുമെന്നും അതിൻ്റെ സൂക്ഷ്മാംശങ്ങൾ വീണ്ടും വീണ്ടും ജന്മാന്തരങ്ങളായി ജന്മങ്ങൾ എടുക്കുമെന്നും ആ ജന്മങ്ങളെന്ന് പറയുന്നത് മനുഷ്യജന്മങ്ങൾ മാത്രമല്ല, വിവിധ തരത്തിലുള്ള ജീവജാലങ്ങളുടെ ജന്മമായും എടുക്കുമെന്നൊക്കെ വിശ്വസിക്കുന്നൊരു ധർമ്മമാണ്. ആ ധർമ്മത്തിൻ്റെ ശരിതെറ്റുകൾ എന്തു തന്നെ ആയാലും അതിന് ന്യായാന്യായങ്ങൾ എവിടെ നിൽക്കുന്നുവെങ്കിലും അതിൻ്റെ ശാസ്ത്ര അശാസ്ത്രീയതകൾ എങ്ങോട്ട് പോകണമെങ്കിലും വിശ്വാസികൾ അങ്ങനെ വിശ്വസിക്കുന്നു, അവർ അങ്ങനെ ധരിക്കുന്നു. ഈ ഭൂമിയിൽ ഉണ്ടായി നിലനിന്ന് താൽക്കാലികമായി രൂപമാറ്റം, നശിച്ചു പോകുമെന്ന് പറഞ്ഞാൽ ആത്യന്തികമായി നശിച്ചു പോകലല്ല, താൽക്കാലികമായ രൂപമാറ്റം ഉണ്ടാകുന്നുവെന്നും താൽക്കാലികമായ ഒരു ഇടം മാത്രമാണ് ഈ ഓരോ ജീവജാലങ്ങൾക്കും ഭൂമിയെന്നും അതിങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചാക്രിക വ്യവസ്ഥയുണ്ടെന്നും സോളാർ ചക്രത്തിൻ്റെയും സൗരചക്രത്തിൻ്റെയും, അത് സൂര്യപ്രകാശത്തിൻ്റെയും ചൂടിൻ്റെ രൂപത്തിലും കാർബൺ ചക്രത്തിൻ്റെയും ജലചക്രത്തിൻ്റെയും നൈട്രജൻ ചക്രത്തിൻ്റെയും തുടങ്ങിയ സകലവിധ സൈക്ലിക് പ്രോസസ്സിൻ്റെയും ഘടകങ്ങളുടെയും പ്രക്രിയകളുടെയും ഭാഗമാണ് ഈ പ്രപഞ്ചമെന്നും എനർജിയുടെയും മാറ്ററിൻ്റെയും പ്രവർത്തനം മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ളതെന്നും അത് അണു മുതൽ ബ്രഹ്മാണ്ടം വരെ ഒരൊറ്റ സിസ്റ്റത്തിൻ്റെ ഭാഗമാണെന്നും ഇവിടെ ഏറ്റവും പുതിയതായി ഒന്നും സൃഷ്ടിക്കപ്പെടില്ലെന്നും അങ്ങനെ പുതിയതായി ഒന്നും നശിക്കുന്നില്ലെന്നും എല്ലാം ഒന്നിൻ്റെ തുടർച്ചയാണെന്നുമൊക്കെ വിശ്വസിക്കുന്ന വലിയൊരു മഹത്തായ ദർശനത്തിൻ്റെ ഭാഗമാണ് ഭാരതീയ സംസ്കാരവും ഭാരതീയ ആത്മീയതയും. അതനുസരിച്ച് ഈ കൂടെ പോയ നായയെ കളിയാക്കേണ്ട കാര്യമില്ല. നൂറുകണക്കിന് നായ്ക്കൾ റോഡിൽ കാണും. അയ്യപ്പസ്വാമിമാർ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പേർ നടന്നു പോകുന്നുണ്ട്. പട്ടിണി കൊണ്ട് വിശന്നു പോകുന്ന നൂറുകണക്കിന് നായ്ക്കളുണ്ട്. ഓരോ നായ്ക്കളും ശബരിമലയിൽ പോകുന്ന അയ്യപ്പസ്വാമിയുടെ പുറകെ ഇങ്ങനെ പോയി ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞ് പോകാറില്ല. എങ്കിൽ പിന്നെ കേരളത്തിൽ നായ്ക്കളുടെ പൂരപ്പറമ്പാണ് റോഡ്. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ നായ്ക്കളുടെ പൂരപ്പറമ്പാണ്. അത് ഹുസൈനും മനസ്സിലായി കാണും. എല്ലാ നായ്ക്കളും കൂടെ അങ്ങ് ശബരിമല പോകുമല്ലോ, ഭക്ഷണം കിട്ടുമെന്ന് പറഞ്ഞ് പോകുമല്ലോ. അപ്പോൾ വിവരക്കേട് വിളിച്ചു പറയുന്നതിനൊരു ഫോർ ഉപയോഗിക്കുന്നത്
അതിനൊരു ശാസ്ത്രീയ വേദിയെന്നും അത് ശാസ്ത്രം പ്രചാരണത്തിൻ്റെ ഭാഗമാണെന്നൊക്കെ പറയുമ്പോൾ അല്പം കടന്നുപോകും. ഒരു വിശ്വാസ പ്രമാണത്തിൽ വിശ്വസിച്ചുകൊണ്ട് കോടാനുകോടി ജനങ്ങൾ മറ്റാരെയും ഉപദ്രവിക്കാതെ, മറ്റൊരു വിശ്വാസ പ്രമാണങ്ങളിലും കടന്നു കയറാതെ, ഒരു രാജ്യത്തെയും പോയി ആക്രമിക്കാതെ, ഒരാക്രമണ പദ്ധതിയും രാവിലെയും വൈകുന്നേരവും പ്ലാൻ ചെയ്യാതെ, നിസ്വാർത്ഥമായി ലോകത്തിൽ ആരെല്ലാം വന്നിട്ടുണ്ടോ അവരെയെല്ലാം രണ്ടു കൈ നീട്ടി സ്വീകരിച്ച്, വസുദൈവ കുടുംബം പോലെ അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞു, ആചാര്യ ദേവോ ഭവ എന്ന് പറഞ്ഞ്, ഗുരുദേവോ ഭവ, മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ എന്ന് പറഞ്ഞ് സകല ചരാചരങ്ങളെയും രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് സ്വന്തം കാര്യം മാത്രം നോക്കി പോകുന്ന, അവരൊരു ഉപദ്രവവും ഉണ്ടാക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഹൈന്ദവ സമാജം. അതിനകത്ത് മറ്റ് സംഘടനകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ന്യായാന്യായങ്ങളെക്കുറിച്ചോ എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമില്ല. പക്ഷേ ഈ ഒരു സമൂഹം എന്നുള്ള നിലയിൽ 10, 100, 120 കോടികളോളം വരുന്ന ജനത, ഭാരതീയ ജനത, അതിൽ നല്ലൊരു വിഭാഗം വിശ്വാസികളും സനാതന ധർമ്മത്തിൽ ഗൗരവമായി ആഴ്ന്ന് വിശ്വസിക്കുന്നവരുമാണ്. അങ്ങനെയുള്ളൊരു സമൂഹത്തെക്കുറിച്ച്, അവരുടെ ആചാരരീതികളെക്കുറിച്ച്, അവരുടെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച്, അത് പുനർജന്മ സിദ്ധാന്തമായാലും ജീവൻ്റെ സിദ്ധാന്തമായാലും ആത്മീയതയുടെ കാഴ്ചപ്പാടായാലും പരമാത്മാവിൻ്റെയും ജീവാത്മാവിൻ്റെയും സങ്കല്പങ്ങളായാലും ദർശനങ്ങളായാലും പുല്ലുമുതൽ പൂനാര വരെയുള്ള സകല ചരാചരങ്ങളിലും ജീവൻ്റെ അംശമെന്ന് ചിന്തിക്കുന്ന ആ വിശാലമായ വിപുലമായ കാഴ്ചപ്പാട് എന്തെന്ന് മനസ്സിലാക്കാതെ, അതുമായി ബന്ധപ്പെട്ട വിവരമുള്ള ആരോടെങ്കിലും ചോദിക്കാതെ, ഒരു നായയുടെയും ശബരിമല അയ്യപ്പൻ്റെയും പടം കിട്ടി അതെടുത്ത് ഒരു പവർ പോയിൻ്റ് പ്രസൻറ്റേഷനിലിട്ട് ഒരു സദസ്സിൽ അവതരിപ്പിച്ച് കയ്യടി വാങ്ങുന്നത് ആരിഫ് ഹുസൈന്മാരുടെ ഒരു വിനോദമായി മാറിയിട്ടുണ്ട്. എന്തുകൊണ്ട് ആ വിനോദം ഇവിടെ നടക്കുന്നു എന്ന് വച്ചാൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാസ്തികനെയും ആസ്തികനെയും ചാർവാഹകനെയും ഉൾക്കൊള്ളുന്നൊരു സംസ്കൃതിയാണിത്. ചാർവാഹകന്മാരെ രാജകൊട്ടാരത്തിൽ എല്ലാവിധ ആടയാഭരണങ്ങളോടുകൂടി ആഘോഷപൂർവ്വം കൊണ്ടുവന്ന് ചപ്രമഞ്ചരത്തിലിരുത്തി, നാസ്തികനോടൊപ്പം ആസ്തികനെയും ഇരുത്തി വാദപ്രതിവാദങ്ങൾ നടത്തി ശരിതെറ്റുകൾ കണ്ടെത്തി മുന്നോട്ട് പോകുന്ന ഒരു സംസ്കൃതിയുടെ പിന്മുറക്കാരാണ് ഇന്ന് ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആരിഫ് ഹുസൈന്മാർക്ക് ഇങ്ങനെ പരസ്യമായി വന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ എന്ത് അബദ്ധവും വിളിച്ചു പറയാൻ കഴിയുന്നത്. അദ്ദേഹം വിളിച്ചു പറഞ്ഞതിൽ എനിക്ക് സങ്കടമില്ല, പ്രതിഷേധമില്ല, യാതൊരു പ്രതികരണവുമില്ല. പക്ഷെ അത് കേട്ടുകൊണ്ടിരുന്നൊരു സമൂഹം, പ്രത്യേകിച്ചൊരു ഹൈന്ദവ സമൂഹം, എന്താണ് തൻ്റെ സമൂഹത്തിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾ, ആചാരരീതികൾ, ധർമ്മങ്ങൾ എന്നൊന്നും മനസ്സിലാക്കിയില്ലല്ലോ എന്നാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള ധർമാചരണ രീതികൾ വിശ്വസിക്കുന്ന, ഈ പ്രപഞ്ചത്തിലെ എല്ലാ ചരാചരങ്ങളിലും ജീവൻ്റെ അംശമുണ്ടെന്ന് കരുതുന്ന, പ്രപഞ്ചത്തിൻ്റെ ഊർജമാണ് സകലതമെന്ന് വിശ്വസിക്കുന്ന, ചലനമാണ്, മാറ്റമാണ് എല്ലാമെന്ന് കരുതുന്ന വലിയൊരു സിദ്ധാന്തത്തിൻ്റെ, ഒരാചാരത്തിൻ്റെ പിന്മുറക്കാരെക്കുറിച്ച് ഇങ്ങനെ വായിൽ വരുന്നത് കോതയ്ക്ക് പാട്ടായി അവതരിപ്പിക്കരുത്. താങ്കൾ ഇത്തരം വിഷയങ്ങളിൽ ആരും എതിർക്കില്ല അല്ലെങ്കിൽ പ്രതികരിക്കില്ല എന്ന് മനസ്സിലാക്കിയിട്ടോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും വന്ന് എന്തെങ്കിലും പറയുന്നതിന് പോകും എന്നറിഞ്ഞതുകൊണ്ടോ ആണോ ഒരു വലിയ വിശ്വാസ സമൂഹത്തെ, പ്രത്യേകിച്ച് ശബരിമല പോലുള്ള വിഷയങ്ങളിൽ നായയുടെയും അയ്യപ്പസ്വാമിയുടെയൊക്കെ ചിത്രം വച്ച് വളരെ വിരളമായി ഈ കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്? നടക്കട്ടെ. ആസ്തികനും നാസ്തികനും ചാർവാഹകനും എല്ലാവർക്കും അവസരമുള്ള, ശരിതെറ്റുകൾ മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു സമൂഹം ശരിയേത് തെറ്റേതെന്ന് തിരിച്ചറിയട്ടെ. ആരിഫ് ഹുസൈന് നല്ല വന്ദനം.